പത്തനംതിട്ട ജില്ലയിലെ റാന്നി പഞ്ചായത്ത് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി പഞ്ചായത്തിൻ്റെ ചുവരുകൾ ഒരുപറ്റം കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ചിത്രങ്ങൾ വരച്ച് സൗന്ദര്യവൽക്കരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് പഠന കേന്ദ്രത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കുന്നത്. എൻ്റെ പേര് അഖിൽ കെയർ. ഞാൻ റൂട്രോണിക്സിലെ ഡ്രോയിങ് മാഷാണ്. നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കി കൂടിയിരിക്കുന്ന ചിത്രകലകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. കുറേ അധികം പിള്ളേരും സ്റ്റാഫുകളുമാണ് ഇതിനായിട്ട് മുൻകൈ എടുത്തത്. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ ആ ഒരു സാന്നിധ്യം ഉൾപ്പെടെയാണ് നമ്മൾ ഈ ഒരു കലാരൂപങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞത്. ആധുനിക മിഷനറികളുടെ വരവോടുകൂടി കളറുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അന്യം നിന്ന് പോവുകയാണിപ്പോൾ. ഹരിത പഞ്ചായത്തായിട്ട് റാന്നി പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് കമ്പ്യൂട്ടർ പഠന കേന്ദ്രം കല ആയിട്ട് റാന്നിയിൽ ചുമർ ചിത്രങ്ങളായിട്ട് നല്ല രീതിയിൽ വരച്ചിരിക്കുന്നു. ഇത് ഏറ്റെടുത്തിരിക്കുന്ന കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് റാന്നി ആണ്. വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ SC/ST വിദ്യാർത്ഥികൾക്ക് സൗജന്യ പഠനവും ജനറൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് സർക്കാർ നിശ്ചയിച്ച ഫീസ് ഇളവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും. ഞങ്ങൾ 3D ആനിമേഷൻ കോഴ്സാണ് ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഡ്രോയിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഞങ്ങൾ വീഡിയോ ഷെഡിൽ പടം വരച്ചത്. അതുപോലെ ഇവിടെ പടം വരയ്ക്കണം ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളും സാറുമാരും കൂടി ഞങ്ങളിപ്പം ഇവിടുത്തെ പടങ്ങളൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ ഡിസൈനിങ് രംഗത്ത് മികവ് തെളിയിക്കുന്നവരെ ഖാദി ബോർഡിൽ തൊഴിലും നേടിക്കൊടുക്കും. റാന്നി പഞ്ചായത്തിനെ ഹരിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പഠിപ്പിക്കുന്ന മേഖല എന്ന് പറയുന്നത് തന്നെ ഗ്രാഫിക് ഡിസൈനിങ്, 3D ആനിമേഷൻ തുടങ്ങിയൊക്കെ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ഒരു അടിത്തറ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ചുവരിൽ കാണുന്ന ചിത്രങ്ങളൊക്കെ തന്നെയാണ്. ഡ്രോയിങ്, അതുപോലെയുള്ള പെയിൻറ്റിങ്ങുകൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലകൾ ആണെങ്കിൽ തന്നെയും നമ്മുടെ കുട്ടികളെ നമ്മളത് പഠിപ്പിച്ചുകൊണ്ടാണ് ഇവരെ നമുക്ക് സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇവരെ കയറ്റി വിടുന്നത്. അവർക്കൊരു അടിത്തറ എന്ന നിലയിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക, ഈ കലകളൊന്നും നിന്നു പോകരുത് എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഈ ഒരു വർക്കുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ അവധിക്കാലം ആനന്ദകരമായ ഒരു തൊഴിൽ മേഖല കണ്ടെത്താൻ റൂട്രോണിക്സിലെ കലാകാരന്മാർക്കും കലാകാരികൾക്കും കഴിയട്ടെ. സിറ്റി ന്യൂസ് റാന്നി.